നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ദിവസങ്ങളോളം ഉയർന്ന താപനിലയ്ക്ക് ശേഷം ഡൽഹി NCRൽ വെള്ളിയാഴ്ച വൈകുന്നേരം വലിയ ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും മഴയ്ക്കും സാക്ഷ്യം വഹിച്ചു. ഇത് ദേശീയ തലസ്ഥാനത്ത് ഗതാഗത തടസ്സത്തിനും വിമാനം വഴി തിരിച്ചുവിടുന്നതിനും കാരണമായി. നോയിഡ, ഗാസിയാബാദ് തുടങ്ങിയ സമീപ പ്രദേശങ്ങളിലും പെട്ടെന്ന് ശക്തമായ പൊടിക്കാറ്റ് അനുഭവപ്പെട്ടു. മോശം കാലാവസ്ഥയെ തുടർന്ന് നഗരങ്ങളിലേക്കുള്ള 9 വിമാനങ്ങൾ ജയ്പൂരിലേക്ക് തിരിച്ചുവിട്ടതായി ഡൽഹി വിമാനത്താവള വൃത്തങ്ങൾ അറിയിച്ചു. രാജ്യ തലസ്ഥാനത്തും സമീപ പ്രദേശങ്ങളിലും ശക്തമായ കാറ്റിൽ മരങ്ങൾ റോഡിലേക്ക് വീണതിനാൽ ഗതാഗതം തടസ്സപ്പെട്ടു. ശക്തമായ കാറ്റ് പൊടിപടലങ്ങൾ വീശുകയും ദൃശ്യത കുറയ്ക്കുകയും ചെയ്തു. ചുഴലിക്കാറ്റുള്ള പൊടിപടലങ്ങൾ പ്രദേശത്തുടനീളമുള്ള കെട്ടിടങ്ങളെപ്പോലും മറയ്ക്കുന്നത് സോഷ്യൽ മീഡിയയിൽ പങ്കിട്ട വീഡിയോകളിലും ചിത്രങ്ങളിലും വ്യക്തമായി കാണാം. നോയിഡയിലെ സെക്ടർ 58-ൽ കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണികൾക്കായി സ്ഥാപിച്ച ഷട്ടർ വാഹനങ്ങൾക്ക് മുകളിൽ വീണതിനെ തുടർന്ന് നിരവധി കാറുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. വെള്ളിയാഴ്ച രാത്രി 10 മണിയോടെ ഡൽഹിയിൽ മണിക്കൂറിൽ 70 കിലോമീറ്ററിലധികം വേഗതയിൽ കാറ്റ് വീശുമെന്നും അതിശക്തമായ കാറ്റിൽ കൃഷി നശിക്കാൻ സാധ്യതയുണ്ടെന്നും കെട്ടിടങ്ങൾക്ക് ഭാഗികമായി കേടുപാടുണ്ടായേക്കാമെന്നും പുൽവീടുകളിലും കുടിലുകളും തകരുമെന്നും അധികം കനമില്ലാത്ത വസ്തുക്കൾ പറന്നു പോകുമെന്നും മുന്നറിയിപ്പിൽ പറഞ്ഞിരുന്നു. ജനങ്ങളോട് വീടിനകത്ത് തന്നെ തങ്ങാൻ ആവശ്യപ്പെട്ട കാലാവസ്ഥാ കേന്ദ്രം അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമേ പുറത്തിറങ്ങാവൂ എന്നും മുന്നറിയിപ്പ് നൽകിയിരുന്നു. സുരക്ഷിത സ്ഥാനത്ത് അഭയം തേടണമെന്നും ഒരു കാരണവശാലും മരങ്ങൾക്ക് ചുവട്ടിൽ പോയി നിൽക്കരുതെന്നും അറിയിപ്പിൽ പറഞ്ഞിരുന്നു. ശക്തമായ കാറ്റിനോടൊപ്പം പൊടിക്കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ആകാശം മേഘാവൃതമായിരിക്കുമെന്നും കാലാവസ്ഥാ വകുപ്പ് നേരത്തെ പ്രവചിച്ചിരുന്നു. ഡൽഹി NCRൽ ലോനി ദേഹത്ത്, ഹിൻഡൻ AF സ്റ്റേഷൻ, ഗാസിയാബാദ്, ഇന്ദിരാപുരം, ഛപ്രൗള, നോയിഡ മുഴുവനായും സമീപ പ്രദേശങ്ങളിലും മണിക്കൂറിൽ 50 മുതൽ 70 കിലോമീറ്റർ വേഗതയിൽ പൊടിക്കാറ്റ്, ഇടിമിന്നലും മഴയും ശക്തമായ കാറ്റും ഉണ്ടാകുമെന്ന് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് നേരത്തെ തന്നെ പ്രവചിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.